മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം അന്ന് ആരംഭിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ചെന്നെത്തിയത് ജീവനും പുനരുദ്ധാനവുമായ കർത്താവായ യേശുക്രിസ്തുവിലാണ്. എൻ്റെ വലിയ മച്ചി മഹത്വത്തിലേക്ക് മാറ്റപ്പെട്ടതേറിയ പ്രത്യാശയോടാണ്. എൻ്റെ പിതാവ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ കിടന്ന് പാടിയ പാട്ട് ഒരു സമയം താൻ കോമായിലേക്ക് നീങ്ങി അതിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ അരികെയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ അടുത്തുണ്ടായിരുന്നപ്പോഴാണ് മരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, അച്ചാച്ചാ, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? അദ്ദേഹം ഇങ്ങനെ പാട്ടുകളങ്ങ് പാടുകയാണ്. കോമായിൽ നിന്ന് ഉണർന്നു വന്നപ്പോൾ പാട്ട് പാടുകയാണ്. അദ്ദേഹം അന്ന് പാടിയ 3 പാട്ടുകളുടെ ചില ചരണങ്ങളുണ്ട്. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ. പിന്നെ അദ്ദേഹം പാടിയ പാട്ടാണ് ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേഹ വിരുദ്ധനായി, പറന്നിടും ഞാൻ മറുരൂപമായി വരനേശു രാജൻ. അതിൽ രാജൻ സന്നിധി എന്ന് പാടിയിട്ട് അദ്ദേഹം ഉറക്കെ പാടുകയായിരുന്നു, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ആ മഹത്വമേറിയ കാഴ്ച എൻ്റെ പിതാവ് അന്ന് കണ്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞു, അച്ചാച്ച, ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇത്രയും ഒച്ചത്തിൽ പാടരുത്. അദ്ദേഹം വീണ്ടും പാടി, ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. മോൻ പറഞ്ഞത് ശരിയാ, ഇത്രയും ഒച്ചത്തിൽ ഇവിടെ പാടാൻ പാടില്ല. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി ആരോടും സുവിശേഷം പറഞ്ഞില്ല. അതിൻ്റെ മനസാക്ഷി കുത്തിലാണ് ഞാൻ ഇത്രയും ഉറക്കെ പാടിപ്പോയത്. ഈ കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും. എൻ്റെ പിതാവ് എന്നോട് പറയുക, ശരിയാ മോനെ, അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും പാടാം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ മരണക്കിടക്ക, രോഗക്കിടക്ക പോലും മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ്. ഞാനിങ്ങനെ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ ബലവും പ്രത്യാശയും തന്ന് ശുശ്രൂഷയിൽ എന്നെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോ എന്ന് ഈ സംഭവങ്ങളൊക്കെ, ഈ അനുഭവങ്ങളൊക്കെ എന്നെ ബലപ്പെടുത്തിയ ധന്യമായ നിമിഷങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ വാക്കുകൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മരണശേഷം നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കും?